ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. ഇന്നത്തെ ഇതിൽ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ മെയിൻ തുണിയുടെ ചീത്ത വശത്താണ് ലൈനിങ് ചേർത്ത് വെച്ച് പിൻ ചെയ്യേണ്ടത്. നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ആദ്യം ലൈനിങ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫുള്ള് എൻഡ് വരെയും തയ്ക്കേണ്ട ഭാഗം ഫുള്ളും പിൻ ചെയ്ത് വയ്ക്കുക. രണ്ട് ഭാഗത്തും അതുപോലെ പിൻ ചെയ്യുക. അതിനുശേഷം നമുക്കിതിൻ്റെ എഡ്ജിൻ്റെ ഭാഗം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ ഭാഗം എത്തുമ്പോൾ നമ്മളൊരു 2 ഇഞ്ച് 3 ഇഞ്ച് മുകളിലായിട്ട് നിർത്തുക. ഇവിടെ ഈ ബോട്ടത്തിൻ്റെ ഈ ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. രണ്ട് വശവും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്ച്ചതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൽ നിന്നും അധികം വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് ലൈനിങ്ങുമായിട്ട് ജോയിൻ്റ് ചെയ്യുമ്പോൾ നല്ല ഭാഗത്താണ് ലൈനിങ് വരേണ്ടത്. നല്ല ഭാഗവും ലൈനിങ്ങും തമ്മിലാണ് ചേർന്നിരിക്കേണ്ടത്. അതുപോലെ വെച്ചിട്ട് രണ്ട് സ്ലീവിൻ്റെ ഭാഗങ്ങളും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾ തയ്ച്ചതിന് ശേഷം തിരിച്ചെടുത്തിട്ടാണ് പിന്നീട് ലൈനിങ് കൂടെ വെച്ച് പതിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് പ്രഷർ ഫുട്ടർ വീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്യാം. ഇനി ലൈനിങ് തിരിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് ലൈനിങ്ങിൻ്റെ പുറത്ത് വേണം എഡ്ജിലായിട്ട് സ്റ്റിച്ച് വീഴേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് ഈ ലൈനിങ് ഫുള്ളായിട്ട് അകത്തോട്ട് പോകുന്ന രീതിയിൽ വരുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് അകത്ത് തന്നെ നിൽക്കും. രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെ പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ക്യാൻവാസിൻ്റെ കൂടെ ചേർത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ നോച്ചസ് വരുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് പിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അനങ്ങാത്ത രീതിയിൽ കറക്റ്റായിട്ട് വേണം നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇത് നമുക്ക് പിൻ മാറ്റിയതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. അതിന് ശേഷം ചെറിയ കട്ടുകൾ കൊടുക്കുക. എന്നാലേ തിരിഞ്ഞ് വരുള്ളൂ. ഇനി അതിന് ശേഷം നമുക്ക് ഈ സ്റ്റിപ്പിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് എൻഡ് ഭാഗത്ത് വേണം സ്റ്റിച്ച് വീഴേണ്ടത്. അതിന് ശേഷം നമ്മളത് മടക്കി കഴിഞ്ഞ് ലൈനിങ്ങിനകത്തോട്ട് പോയിക്കൊള്ളുന്നത്. ഇനി ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബാക്ക് ഭാഗത്തെയോ അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്തിൻ്റെയോ ഇതുപോലെ വെച്ചതിന് ശേഷം ചേർത്ത് പിടിച്ചിട്ട് ഇതിങ്ങനെ നിവർത്തി നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വെക്കും പോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ് വെളിയിൽ കാണില്ല. ഷോൾഡറിൻ്റെ ഭാഗം ലൈനിങ് ഉള്ള ചുരിദാറിൽ ഇങ്ങനെ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഭാഗം കവർ ചെയ്യുന്നുണ്ട്. ഇത് ലാസ്റ്റ് നമ്മൾ എമ്മിങ് ആണ് ചെയ്യുന്നത്. ഇത് കഴുത്തിൻ്റെ ഭാഗം മൊത്തം ഫുള്ളായിട്ട് എമ്മിങ് ചെയ്ത് കൊടുക്കും. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടും ബാക്കും നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് വേണം ശ്രദ്ധിച്ച് വേണം വെക്കേണ്ടത്. അതുപോലെ ഇതിൽ സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഫ്രണ്ടിൻ്റെ ഭാഗമാണോ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് ഇതിലെ രണ്ടും സെൻറ്ററിൻ്റെ ആ ഭാഗത്തായിട്ട് തന്നെ കറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം.
സെൻറ്ററിൽ നിന്ന് താഴോട്ടും അതിൻ്റെ എൻഡ് ഭാഗത്ത് നിന്ന് പിന്നെ തിരിച്ച് അപ്പുറത്തെ സൈഡ് വരെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തിരിച്ച് നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്റ്റിച്ച് വേണം. 2 സ്ലീവ് ഇതുപോലെ തന്നെ തയ്ക്കണം. തിരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയ ആ സെൻറ്ററിൽ അവിടെ വെച്ചിട്ട് കെട്ടിട്ട് നിർത്താം. ഇനി സൈഡ് തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത്. അതനുസരിച്ച് സ്ലിറ്റിൻ്റെ ഭാഗത്തെത്തുമ്പോൾ കെട്ടിട്ട് വേണം നിർത്തേണ്ടത്. രണ്ട് സൈഡും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബോട്ടത്തിൻ്റെ ഭാഗം, ലൈനിങ്ങിൻ്റെ ബോട്ടം, ആ ഭാഗത്ത് നമ്മളിതുപോലെ ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മടക്കിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് തയ്ക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇതുപോലെ മടക്കി ഓരോ ഭാഗമായിട്ട് മടക്കിയിട്ട് പിൻ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടുന്ന് ഈ ഹിപ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ സൂചി ഒന്ന് നിർത്തിയതിന് ശേഷം താഴ്ത്തി നിർത്തുക. സൂചി പ്രഷർ ഫുഡർ ഉയർത്തി ഇതുപോലെ തിരിച്ച് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ വെച്ച് തയ്ക്കാം. ഇനി ബാക്ക് പാർട്ടിൻ്റെ ബോട്ടം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇതിൻ്റെ എഡ്ജിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ മാത്രം അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇത് ഫുള്ള് ഇവിടുന്ന് സ്ലിറ്റ് ഫുള്ളായിട്ട് എൻഡ് ഭാഗം എഡ്ജ് നോക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ലൈനിങ് ചുരിദാർ സ്റ്റിച്ചിങ്. താങ്ക് യു.